നമസ്കാരം എല്ലാവർക്കും. അപ്പോൾ നമ്മൾ നടവയൽ ഫെസ്റ്റ് നടക്കുന്ന കാര്യം എല്ലാവരും അറിഞ്ഞു കാണുമായിരിക്കുമല്ലോ. ഞാൻ ഇന്നൊരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത്. അതായത് കർഷകർക്ക് വേണ്ടി നടവയൽ ഫെസ്റ്റിന്റെ ഭാഗമായി ഒട്ടനവധി പരിപാടികൾ നടത്തുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട പരിപാടി 26-ാം തീയതിയാണ്. കാപ്പി കർഷകർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അതായത് ലോകബാങ്ക് സഹായത്തോടു കൂടി കാപ്പി കർഷകർക്ക് വേണ്ടി ഒട്ടനേകം സബ്സിഡി പദ്ധതികൾ വരുന്നുണ്ട്. ആ പദ്ധതികളെക്കുറിച്ചും ലോകബാങ്ക് സഹായത്തെക്കുറിച്ചും കേര പദ്ധതിയെക്കുറിച്ചും അതുപോലെ തന്നെ ഇന്ത്യ കോഫി ആപ്പ് രജിസ്ട്രേഷൻ ഈ വിഷയങ്ങൾ ഉൾപ്പെടുത്തി ഒരു ക്ലാസ് 26-ാം തീയതി രാവിലെ നടവയിൽ നടക്കുകയാണ്. രണ്ടാമത്തെ ഭാഗം FPOകളെ കുറിച്ച് നിങ്ങൾക്കറിയാം, FIGകളെ കുറിച്ച് നിങ്ങൾക്കറിയാം. കർഷക താല്പര്യ സംഘങ്ങൾ, കാർഷികോൽപാദക കമ്പനികൾ. നമ്മുടെ കർഷകർക്ക് എങ്ങനെ ഈ കാർഷികോൽപാദക കമ്പനികളും FIGകളും ഒക്കെ രൂപീകരിച്ച് നമ്മുടെ വരുമാനം വർദ്ധിപ്പിക്കാൻ പറ്റും, മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ എങ്ങനെ നമുക്ക് സ്വന്തമായി നിർമ്മിക്കാൻ പറ്റും എന്നൊക്കെ വിദഗ്ധമായ ക്ലാസ്സാണ്. അപ്പോഴേ വയനാട്ടിൽ ഏറ്റവും സാധ്യതയുള്ള ഒരു സംരംഭമാണ് തേനീച്ച കൃഷി. നമ്മുടെ TC ജോസഫേട്ടനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. അപ്പോൾ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ 29-ന് നടവയൽ ഫെസ്റ്റിന് തേനീച്ച കൃഷിയെക്കുറിച്ച് ഒരു പ്രത്യേക ക്ലാസ് ഉണ്ടാവും. ജനുവരി 1-നാണ് നടവയൽ ഫെസ്റ്റ് സമാപിക്കുന്നത്. പക്ഷേ തലേ ദിവസം നമ്മുടെ ഡിസംബർ 31-ാം തീയതി മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളെക്കുറിച്ചുള്ള ഒരു പ്രധാന ക്ലാസ് ഉണ്ട്. അതുപോലെ തന്നെ വ്യവസായ വകുപ്പിന്റെ സബ്സിഡി സ്കീമുകളെക്കുറിച്ച്, സംരംഭങ്ങളെക്കുറിച്ചുള്ള ഒരു ക്ലാസ്സും കൂടി ഉണ്ട്. താങ്ങുമരങ്ങളൊക്കെ നശിക്കുന്നു, മുരിക്കൊക്കെ നശിക്കുന്ന കാര്യം നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ താങ്ങുമരം ഇല്ലാതെ വിയറ്റ്നാം മോഡൽ കുരുമുളക് കൃഷി എങ്ങനെ നടത്താം. വയനാട് ജില്ലയിൽ ഇപ്പോൾ പലരും പരീക്ഷിച്ച് വിജയിച്ച ഒരു സംരംഭമാണ് വിയറ്റ്നാം മോഡൽ കുരുമുളക് കൃഷി. അതിനെക്കുറിച്ചുള്ള ഒരു പ്രത്യേക ക്ലാസ് ഉണ്ടാവും. അത് 30-ാം തീയതിയാണ്. നമ്മുടെ അമ്പലവയൽ RARSലെ ഡോക്ടർ യാമിനി വർമ്മയാണ് ക്ലാസ് എടുക്കുന്നത്. നിങ്ങളെ അതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നെ ഒപ്പം കാപ്പി കൃഷിയിലും കുരുമുളക് കൃഷിയിലും ഒക്കെ ഇടവേളയായി ഇപ്പോൾ പഴവർഗ്ഗ കൃഷി വയനാട്ടിൽ വ്യാപകമായിട്ടുണ്ട്. പ്രത്യേകിച്ച് അവക്കാഡോയിൽ നിന്ന് നല്ല വരുമാനമുണ്ട്. വയനാട് അവക്കാഡോയുടെ ഹബ്ബായി മാറാൻ പോവുകയാണ്. അപ്പോൾ അവക്കാഡോ കൃഷിയിൽ എങ്ങനെ വരുമാനം വർദ്ധിപ്പിക്കാം, അത്യുൽപാദന ശേഷിയുള്ള അവക്കാഡോ തൈകൾ എവിടെ നിന്നൊക്കെ കിട്ടും, ആ വിഷയവും കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ 30-ന് ക്ലാസ്സിന് നിങ്ങൾ വരിക. അപ്പോൾ കർഷകർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന എല്ലാ പരിപാടികൾക്കും നിങ്ങൾ വരിക, പങ്കെടുക്കുക. പരമാവധി ആനുകൂല്യങ്ങൾ സർക്കാരിൽ നിന്ന് കിട്ടുന്നത് വാങ്ങിയെടുക്കുക. അതാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ നടവയൽ ഫെസ്റ്റ് ആൻഡ് ഫ്ലവർ ഷോയിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്.